വിചാരിച്ചു ഞാനിപ്പോൾ ഇറ്റലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഡച്ചുകാർ പറഞ്ഞു ഞങ്ങളല്ലാത്ത വിദേശികളെല്ലാം ഇന്ത്യ വിട്ടു പോകുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കും, അത് ഇറ്റലിക്കാർ പോവും, പോർച്ചുഗീസ് പോവും, അവർക്കെല്ലാം മാർഗം വെച്ചു. അപ്പോൾ ഈ പുള്ളി ഇറ്റലിക്ക് പോകാം. കാരണം പുള്ളിക്ക് ഇവിടെ വേറെ രൂപതയുടെ സ്റ്റാഫൊന്നും ഇല്ല. ഇത് മാർക്കാൻ പോയിട്ട് ആളാണ് പുള്ളിക്ക് കണക്കിടക്കാൻ പറ്റില്ല. അപ്പോഴത്തെ ഈ പുള്ളിക്ക് വിചാരിക്കും ഞാനിപ്പോൾ പോയാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കും, ഞാനിങ്ങനെ മേടിച്ച് അപ്പോൾ സ്വാഭാവിക ഇവിടെ വേറെ മറ്റേ കൊടുക്കലൊരു ബിഷപ്പില്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ട് പോകും. ആകെ ഈ പുള്ളിയുടെ ഒന്നാം ഇടത്തിലേ പോകുള്ളൂ. ശരിയല്ലേ? അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി പുള്ളി പണി. അതാണ് അടുത്ത സംഭവം. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് വഴി ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറവലിങ്ങാടുകാരനായ അദ്ദേഹത്തെ നാമോശ മുഖ്യ മുട്ടിച്ചെറിയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ മുട്ടിച്ചെറ ക്ലാസ് എടുക്കുക യുവജനങ്ങൾക്ക് ചരിത്രം. ഇന്ന് ഞാൻ പറഞ്ഞു കുറവലിങ്ങാടുകാരനായ പറമ്പിൽ ചാണ്ടിക്ക് ജോസഫ് മരിയ സെബസ്ത്യാനി മെത്രാൻപട്ടം നൽകുന്നു. ഈ യുവാക്കളെല്ലാം വെച്ചാൽ പുള്ളി ഇവിടെയാണ് മുട്ടിച്ചിറ. ഇത് രണ്ട് സ്ഥലങ്ങളാണ്. നമ്മുടെ പുള്ളിയുടെ ഇവിടെ ഫാമിലി കുറവലിങ്ങാടാണ് പറമ്പിൽ ചാണ്ടി. മാസമൊക്കെ ഇവിടെയാണുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഈ പറമ്പിൽ ചാണ്ടി നമ്മുടെ ആദ്യത്തെ നാട്ടിൽ എത്രാനാണ്. അപ്പം പറമ്പിൽ ചാണ്ടി എന്ന് പറയുന്നത് ഈ തോമസ് പറമ്പിൽ എന്ന് പറയുന്ന ആർച്ചിഡിക്കൻ്റെ അഥവാ മാർത്തോമാ ഒന്നാമൻ്റെ ബന്ധുവാണ്. ഒരു ഫാമിലിയാണ്. അദ്ദേഹത്തിന്റെ ഫാദറിനെ അനുസരിച്ച് പറമ്പിൽ ചാണ്ടി രണ്ടുപേരുടെ വീട്ടുകാരൊന്നല്ലേ. അപ്പൊ തോമസ് പറമ്പിൽ അല്ല പട്ടം കൊടുത്തത്, മറിച്ച് തോമസ് പറമ്പിലിന്റെ ഫാദറിന്റെ അനുജനായ അലക്സാണ്ടർ പറമ്പിലിനോ അല്ലെങ്കിൽ പറമ്പിൽ ചാണ്ടി എന്ന ആൾക്കോ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം പട്ടം കൊടുത്തു. 1663 ഫെബ്രുവരി 1-ാം തീയതിയാണ് സംഭവം. 1663 ആ ഡേറ്റ് പഠിക്കണോ? ആ ഡേറ്റിലാണ് സഭ വിളിക്കുന്നത്. അല്ലാതെ കൂനംകുടി സഭ വിളിക്കുന്നത്. ആ ഒറ്റ ഡേറ്റിൽ തന്നെ മാർത്തോമാ ഒന്നാമനെയും കൂട്ടരെ അവര് മഹളം ചൊല്ലി സഭയ്ക്ക് പുറത്താക്കി. 1663 ഡേറ്റ് പറയുമ്പോൾ ആ ഡേറ്റ് പെട്ടെന്ന് എടുക്കണം. 1663 ഫെബ്രുവരി 1-ാം തീയതി അന്നാണ് പറമ്പിൽ ചാണ്ടി എന്നയാളെ മെത്രാനായി അഭിഷേകം ചെയ്യുകയും മാർത്തോമാ ഒന്നാമൻ എന്ന് പറയുന്ന ആ സാധു അല്ലാത്ത അഭിഷേകനെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ സഭയിൽ പുറത്താക്കി. അങ്ങനെ സഭയിൽ പുറത്താക്കപ്പെട്ട ആ ഗ്രൂപ്പ് മാർത്തോമാനസാനികൾ തന്നെയാണ് അവർ ചരിത്രത്തിൽ അകത്തോലിക്കർ എന്നറിയപ്പെടുന്നത്. അകത്തോലിക്കർ, നോൺ കാത്തലിക്സ്. ആര്? മാർത്തോമാ ഒന്നാമൻ കൂട്ടരും. പറമ്പിൽ ചാണ്ടിയുടെ കൂടെ അണിനിരുന്നവർ നമ്മളാണ്, നമ്മുടെ പൂർവികരാണ്. പഴയ കുറ്റികാർ കാത്തലിക്സ്, കത്തോലിക്. അത് മാർപ്പാപ്പ പറഞ്ഞ കാര്യം അല്ലേ? മാർപ്പാപ്പ പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു മോഹൻ ജില്ല വേറെ ആളെ വാഴിക്കുക അല്ലേ? തിരിച്ചു പോകേണ്ടി വന്നു. അതെല്ലാം പുള്ളിക്ക് കൊടുത്താൽ വിടുന്നത്. അല്ലാതെ എപ്പോഴും ഫോൺ ചെയ്തിട്ടൊന്നും അല്ല. പുള്ളിക്ക് അതിനുള്ള പവറെല്ലാം കൊടുത്തു. അത് വായിച്ചേക്കണം. അവിടെ ഈ പുള്ളി ഒന്നും ചെയ്യും. പുള്ളി പണിയിട്ടുള്ളത്. ഞാനൊരു ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പുള്ളിക്ക് ചെയ്യാമായിരുന്നു. ഈ ജോസഫ് മരിയ സെബസ്ത്യാനിക്ക് അത് ചരിത്രത്തിനൊരു പുനർവായനയാണ്. ഒരു പുസ്തകത്തിലാണ് കാണുന്നത്. അതായത് ചരിത്രത്തിനൊരു പുനർവായന. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു കാര്യം ചെയ്യാൻ സഭയെ രക്ഷിക്കാൻ വേണം. എന്താ ചെയ്യാൻ? ഞാൻ ചോദിക്കട്ടെ, ഈ മാർത്തോമാ ഒന്നാമനെ തന്നെ സാധുവായിട്ടൊന്ന് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്താൽ കുഴപ്പമെന്ന് നിങ്ങൾക്കറിയാം. എപ്പോഴും ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എടുത്തോ ഇന്ത്യ എത്രയോ പേര് ഇങ്ങനെ അങ്ങനെ ഭരിക്കത്തുള്ളൂ ബ്രിട്ടീഷുകാർ. അവരെല്ലാം വലിയ സാധനങ്ങൾ കൊടുക്കുന്നില്ല അല്ലേ? അവർ ഭരിക്കണം. അപ്പൊ ഇത് അങ്ങനെ കൊടുത്താൽ ഭരണ പ്രശ്നമാവും. പിന്നെ അവർക്ക് വരാൻ പറ്റില്ല. ഇവര് വരും, ഡച്ചുകാരുമായിട്ട് കരാറിൽ വരും. എന്നിട്ട് ഈ ഗ്രൂപ്പിനെ അങ്ങ് മഹറച്ച് സഭയ്ക്ക് പുറത്താക്കി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കുമ്പോൾ 2 കഥകളാണ്. അതായത് ഇങ്ങനെ നിൽക്കുന്ന പറമ്പിൽ ചാണ്ടിയോടൊപ്പം നിന്നവര് ഇങ്ങനെ സുരമലമാരായി. പിന്നെ ഈ മാർത്തോമാ ഒന്നാമനില്ലേ, അദ്ദേഹം പോയില്ല, അദ്ദേഹം ബിഷപ്പായിട്ട് തന്നെ അങ്ങോട്ട് മാറുകയാണ്. ഓക്കെ, സലാം, ഗുഡ് ബൈ ടു ദ പോപ്പ്. അങ്ങനെയാണ് അദ്ദേഹം പോവുക. എന്നിട്ട് ഇവര് പിന്നെ 4 സഭകളാണ്. നമുക്ക് അടുത്ത ക്ലാസ് അതാ പറയുന്നത് കേട്ടോ. 2 കഥ ഇനി ഇത്ര. ഓക്കെ, 1661 ഫെബ്രുവരി 1 വരെ ഒരു കഥ. പക്ഷേ ഇനി 2 കഥകളാണ്. കാരണം ഇങ്ങനെ പോയവരെ മാർപ്പാപ്പ പുറത്താക്കപ്പെട്ടവർ എന്ത് സംഭവിച്ചു, മാർപ്പാപ്പയുടെ ഒപ്പം പറമ്പിൽ ചാണ്ടിയോടൊപ്പം അണിനിരുന്നവർക്ക് എന്ത് സംഭവിച്ചു. 2 കഥകളാണ്. 5 മിനിറ്റുണ്ട്. അപ്പം 2 കഥകൾ എന്ന് പറയാൻ കാരണം ഇവര് ഈ 4 സഭകളായിട്ട് പിരിയും. ഈ മാർത്തോമാ ഒന്നാമന്റെ കൂടെ അവരാണ് തൊഴിയൂർ സഭ എന്ന സഭയുണ്ട്, നോക്കിയിട്ടുണ്ടാവില്ല. യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമ. അങ്ങനെ അവര് 4 സഭകളാണ്. ഓക്കെ,
ഇതൊക്കെയാണ് തൊടിയൂർ സഭ അല്ലെങ്കിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്ന് പറയും. ആ സഭയുണ്ട്, നമ്മൾ പഠിക്കേണ്ട. പിന്നെ മാർത്തോമ സഭ, യാക്കോബായ, ഓർത്തഡോക്സ്, ആ 4 സഭകൾ കേരളത്തിൽ പോകും. പിന്നെ ഓർത്തഡോക്സ് സഭയിൽ നിന്നും 1930 സെപ്റ്റംബർ 20 ഒരു കൂട്ടം ആളുകൾ കത്തോലിക്ക സഭയിൽ ചേരും. സീറോ മലങ്കര ചർച്ച്. അപ്പോൾ എത്രമായി? 5 പിന്നെ 2 സഭകളായിട്ട് പിരിയും. നമ്മളിങ്ങനെ നിന്നില്ല, പഴയ കുട്ടികൾ, അവരുടെ ഒരു സഭ ഉണ്ടാവും. കാരണം വീണ്ടും മാർപ്പാപ്പയെ അനുസരിക്കാതെ ഒരു കൂട്ടം ആളുകൾ വരും. അത് എങ്ങനെയാണെന്ന് പറയാം അടുത്ത ക്ലാസ്. അവരാണ് സൂറായി സഭ എന്നൊരു സഭയുണ്ട്, അല്ലെങ്കിൽ സൂറായി എന്ന് പറയും. കൽതായ സുറിയാനി സഭ എന്ന് പറയും. ആ സഭ തൃശ്ശൂരുണ്ട്. അത് നമ്മുടെ തന്നെ കുർബാനയൊക്കെ ചൊല്ലുന്ന കത്തോലിക്ക ഗ്രൂപ്പാണ്. മാർപ്പാപ്പയെ അനുസരിക്കാതെ പേർഷ്യൻ 2 ബിഷപ്സിനെ കൊണ്ടുവരും. ആ ബിഷപ്പിനോട് അണിനിന്നവരെ മാർപ്പാപ്പ പുറത്താക്കും. അങ്ങനെ അവരൊരു സഭ ഉണ്ടാക്കും. നമ്മുടെ കുർബാന നിൽക്കുന്ന സൂറായി സഭ. പിന്നെ സീറോ മലബാർ. പിന്നെ എടുക്കാനായിട്ട് 2 ദിവസം കൂടെ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും 1 വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.